ഇവർ പാവപ്പെട്ട ആളുകൾ മരണപ്പെട്ടത്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം. മന്ത്രി അവരുടെ വീട്ടിൽ പോകണം, ഗവൺമെന്റ് തയ്യാറാകണം. ആ കുടുംബത്തിൽ 2 പെൺകുട്ടികളുണ്ട്, അവിടുത്തെ കുടുംബത്തിൽ ഒരാളിന് ജോലി കൊടുക്കണം. 25 ലക്ഷം രൂപ കുടുംബത്തിന് ധനസഹായം കൊടുക്കണം. ആ സ്ത്രീ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന് തിരിച്ചു വരാൻ കഴിയില്ല. എങ്കിൽ പോലും ആ കുടുംബത്തെ ഏറ്റെടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളുമായി മനുഷ്യത്വം നഷ്ടപ്പെട്ട ഈ ഗവൺമെന്റ് മുന്നോട്ട് വരണം എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് ശക്തമായ സമര പരിപാടികളുമായി നമ്മൾ ഈ ആരോഗ്യ വകുപ്പിന്റെ ഈ പിടിപ്പുകേടുമായി മുന്നോട്ട് പോകും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ആരോഗ്യ മേഖലയെ തകർത്തെറിഞ്ഞ ഈ സർക്കാരിനെതിരെ ശക്തമായ പോരാട്ടങ്ങളുമായി കോൺഗ്രസും UDF-ഉം യൂത്ത് കോൺഗ്രസും മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണ്. നമ്മുടെ സ്ഥാനാർത്ഥികൾ തന്നെ 4-5 പേരുണ്ട്. പക്ഷെ അവര് ആ തെരഞ്ഞെടുപ്പ്